വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു ബൂമറാങ് ആണ്. അപ്പം നമ്മളെ സാധനം മേടിച്ചിട്ടുണ്ട്, ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇതാണ് മൾട്ടി വുഡ്. ഇത് ഏകദേശം വലിയ റേറ്റ് ഒന്നും ഇല്ല, 155 രൂപയുള്ളൂ ഇത് മേടിച്ചതിന്. അപ്പം നിങ്ങൾക്കിത് സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ജിയോ മച്ചനൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് പറത്താൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരുപാട് കുറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു മൾട്ടിവുഡിൻ്റെ പീസ് എടുക്കുക. അതിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത് രേഖപ്പെടുത്തണം. അതിനുശേഷം ഒരു 30 സെൻറ്റിമീറ്റർ ലെങ്ത് രേഖപ്പെടുത്തണം. ഇതിപ്പോൾ ചെറിയ സ്കെയിലായതാണ്, 30 സെൻറ്റിമീറ്ററിന് വലിയ സ്കെയിൽ കിട്ടും. അതുണ്ടെങ്കിൽ സുഖമായിരിക്കും. അതിനുശേഷം നമ്മളത് സ്കെയിൽ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ എടുക്കണം, 15 സെൻറ്റിമീറ്റർ. അതിനുശേഷം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ സെൻറ്റിമീറ്ററും കൂടെ രേഖപ്പെടുത്തണം. കാരണം 3 സെൻറ്റിമീറ്ററിൽ 3 സെൻറ്റിമീറ്ററിൽ അത് വരച്ച് വെക്കാനാണ്. നമ്മൾ ഇതുപോലെ ലൈൻ ഇടണം. നമ്മളിനി ഇത് രേഖപ്പെടുത്താനല്ല, നമ്മൾ ഇതുപോലെ തന്നെ വരച്ചെടുക്കുകയാണ്. ഇനി സൈഡ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം, സാൻഡ് പേപ്പർ യൂസ് ചെയ്ത്. കാരണം നമുക്കത് ക്ലീനായിട്ട് കിട്ടണം. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് കൊടുക്കണം. നമ്മളിനി നല്ല ഒട്ടുന്ന പശുവല്ലോ ഫ്ലസ്ക്വിക്കോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു പശു വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. കാരണം നല്ലോണം ഒട്ടിയിരിക്കണം. പെട്ടെന്ന് ഒട്ടുന്ന പശ ആയിരിക്കണം, അത് ഏറ്റവും എളുപ്പമായിരിക്കും. ഇപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ആ സൈഡൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം എന്നാലേ ഇത് കാറ്റിൽ നല്ലോണം തെന്നി നീങ്ങുള്ളൂ. നമുക്ക് തിരിച്ച് വന്നെങ്കിൽ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കേണ്ടതാണ്. സൈഡ് നമ്മൾ വരച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 4 സൈഡും വരച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഒന്നെങ്കിൽ കൈ മുറിയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ സൈഡ് മൊത്തം ചെത്തിയെടുക്കുന്നത് വൃത്തികേടാവും. ഇതുപോലെ ബ്ലേഡ് പോലെ ഇരിക്കണം അറ്റം, എന്നാലും നമുക്ക് കാറ്റിൽ ശരിക്കും തെന്നി നീങ്ങുള്ളൂ. നമ്മൾ ശരിക്കും അത് സ്ലോപ്പാക്കി എടുക്കണം. 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല സ്മൂത്തായിരിക്കണം. ടോപ്പൊക്കെ നല്ല സ്മൂത്തായിരിക്കണം. നമ്മളതിൻ്റെ ആ റഫ്നെസ് പോയി കിട്ടണം. ഇപ്പം നമ്മളെല്ലാം സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അച്ഛന്മാരെ നമ്മുടെ ബൂമറാങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പറത്തി നോക്കണം എന്ന് ഓർത്താൽ വന്നപ്പോൾ ഒരു കാറ്റ് പോലും ഇല്ലായിരുന്നു. ഇപ്പം ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മളന്ന് പട്ടം പറത്തിയ പോലെ ഇപ്പം നമുക്കിതൊന്ന് പറത്തി നോക്കണം. നമുക്ക് നേരെ വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ എറിയാൻ നേരത്ത് ഈ വശം നമ്മൾ കൈയുടെ പുറകിൽ വരുന്ന രീതിയിൽ പിടിക്കണം, എന്നിട്ടാണ് എറിയേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലുള്ള എറിഞ്ഞു നോക്കാം. കാരണം താഴെ വീണാൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്നൊക്കെ കാണിച്ചിട്ട് കാറ്റ് കൊള്ളില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. സൈഡൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുമോയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്നും കൂടെ എറിഞ്ഞു നോക്കാം. അപ്പോൾ എന്തായാലും തീരുമാനമായി. ഈ സൈഡൊക്കെ പൊട്ടി കാരണമെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് കാരണമായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകത്തില്ല. അവൻ എനിക്ക്
ഞാൻ പറഞ്ഞില്ല ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാകത്തില്ല. തിരിച്ചു വന്ന് സംഭവം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും അതിൻ്റെ പുറകെ ഓടിയിട്ട് വേർത്ത് കുളിച്ചെന്തായാലും കുട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ തിരിച്ച് കറങ്ങാത്തത്. അതിന് കയറി അറിയത്തില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ ബൈ. The story's over now, I must conclude. I am conflicted, watching where I step still, hanging in the balance, not the life I